Hello guys, welcome back to our YouTube channel. Today we are going to learn about dative case, dative article, dative sentence structure, dative personal pronoun and some German words. Okay, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് dative case എന്നും ഏതൊക്കെയാണ് dative articles എന്നും dative sentence structure എങ്ങനെയാണെന്നും പിന്നെ കുറച്ച് dative personal pronouns പിന്നെ കുറച്ച് ജർമ്മൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ജർമ്മൻ വേർഡ്സും ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ് dative case? Dative case is used to indicate the indirect object of a sentence. Okay, നമ്മൾ അപ്പോൾ എന്താണ് nominative case പറഞ്ഞത്? സബ്ജക്റ്റ് ആണെന്ന് പറഞ്ഞു. ആരാണോ പ്രവൃത്തി ചെയ്യുന്നത് അതാണ് nominative case and പ്രവൃത്തിയുടെ ഫലം ഡയറക്റ്റ് ആയിട്ട് ആർക്കാണോ കിട്ടുന്നത് അതാണ് ഡയറക്റ്റ് ഒബ്ജക്റ്റ് അക്യൂസാറ്റീവ് കേസ്. ഇനി ഈ ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആർക്കാണോ അല്ലെങ്കിൽ ഡയറക്റ്റ് ഒബ്ജക്റ്റ് റിസീവ് ചെയ്യുന്നത് ആരാണോ ഡയറക്റ്റ് ഒബ്ജക്റ്റ് ബിലോങ്സ് ടു ഹും അതാണ് ഡാറ്റീവ് കേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഡാറ്റീവ് കേസ് കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ വേർഡ് ആണ് വേം. വേം മീൻസ് ഹും, ആരുടെ എന്നാണ് മീനിങ് വരുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കിയാലോ. ഇഷ് ഗേബെ ദേ മാൻ ഐൻ ഗെഷങ്, ഐ ഗീവ് ദി മാൻ എ ഗിഫ്റ്റ്. ഓക്കെ, ഞാൻ കൊടുത്തു എന്ത് ഐൻ ഗിഫ്റ്റ്, ഒരു ഗിഫ്റ്റ് കൊടുത്തു. ആർക്കാണ് കൊടുത്തത്? whom I give the gift. Wem gebe ich ein Geschenk? Dem man അല്ലേ, the manനാണ് നമ്മൾ ഗിഫ്റ്റ് കൊടുത്തത്. അപ്പൊ the man ആണ് അവിടുത്തെ ഡാറ്റീവ് കേസ്. ein Geschenk അല്ലെങ്കിൽ ഗിഫ്റ്റ് എന്നുള്ളതാണ് അവിടുത്തെ എന്ത് ഡയറക്റ്റ് ഒബ്ജക്റ്റ് അക്യൂസാറ്റീവ് കേസ്. ഇഷ് എന്നുള്ളത് ഐ എന്നുള്ളതാണ് അവിടുത്തെ എന്ത് സബ്ജക്റ്റ് നോമിനാറ്റീവ് കേസ്. അപ്പോ ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആർക്കാണ്? റിസീവ് ചെയ്യുന്നത് ആരാണ്? ദെൻ മാൻ ആണ്. സോ ദേ മാൻ ആണ് അവിടുത്തെ ഡാറ്റീവ് കേസ്. മനസ്സിലായോ? ആർട്ടിക്കിൾസ്. ഡാറ്റീവ് ആർട്ടിക്കിൾസ് എന്ന് വെച്ചാൽ ഡാറ്റീവ് ആർട്ടിക്കിൾസ് ഇൻ ജർമ്മൻ ആർ ഇക്വലന്റ് ഓഫ് ദ ആൻഡ് എ when used with indirect object. ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റിന്റെ കൂടെ ദ അല്ലെങ്കിൽ എ നമ്മൾ യൂസ് ചെയ്യേണ്ട കേസസിലാണ് നമ്മൾ ഈ ഡാറ്റീവ് ജർമ്മൻ ആർട്ടിക്കിൾസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ഡാറ്റീവ് ജർമ്മൻ ആർട്ടിക്കിൾസ് എന്ന് നോക്കാം. ബെസ്റ്റിംഡ് ആർട്ടിക്കിൾ. ബെസ്റ്റിംഡ് മീൻസ് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ. ഡെഫിനിറ്റ് ആർട്ടിക്കിൾ വരുമ്പോൾ മസ്കുലീൻ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റിന്റെ കൂടെ ദേം ആയിരിക്കും വരുന്നത്. ഫെമിനീൻ വരുമ്പോൾ ഫെമിനീൻ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റിന്റെ കൂടെ ദർ ആയിരിക്കും. ന്യൂട്രൽ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റിന്റെ കൂടെ ദേം ആയിരിക്കും. പ്ലൂറൽ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റിന്റെ കൂടെ ദേൻ പ്ലസ് എൻ ആയിരിക്കും. ദേൻ പ്ലസ് എൻ എന്ന് പറയുമ്പോൾ ദേൻ നമ്മൾ ആർട്ടിക്കിൾ ആയിട്ടും എൻ നമ്മൾ നോമന്റെ എൻഡിലും ആയിരിക്കും കൊടുക്കുന്നത്. ഇനി ഉൺബെസ്റ്റിംഡ് ആർട്ടിക്കിൾ. ഉൺബെസ്റ്റിംഡ് ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ. എ എന്ന് അതായത് ഇപ്പോൾ ഒരു നമ്പർ ഓഫ് ആപ്പിൾസിൽ നിന്ന് ആൻ ആപ്പിൾ എന്ന് പറഞ്ഞ ഒരെണ്ണത്തിനെ നമ്മൾ സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരെണ്ണത്തിനെയാണ് നമ്മൾ ഈ ഉൺബെസ്റ്റിംഡ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഉൺബെസ്റ്റിംഡ് ആർട്ടിക്കിൾ മസ്കുലീൻ ഇൻ ഇൻഡെഫിനിറ്റ് കേസ് വരുമ്പോഴത്തേക്കിനും ഐനം ആയിരിക്കും. ഇൻഡെഫിനിറ്റ് നോമന്റെ ഫെമിനീൻ ആണ് വരുന്നതെങ്കിൽ ഐനർ ആയിരിക്കും. ഇൻഡെഫിനിറ്റ് നോമൻ ന്യൂട്രൽ ആണ് വരുന്നതെങ്കിൽ ഐനം ആയിരിക്കും. പ്ലൂറൽ ഇല്ല, കാരണം അത് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ്. ഓക്കെ, ഇനി കുറച്ച് എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ ഇഷ് ഗേബെ ദേ മാൻ ദസ് ബുക്ക്, ഐ ഗീവ് ദ മാൻ ദ ബുക്ക്. ഇവിടെ ദേ മാൻ ആൾക്കാണ് അല്ലെങ്കിൽ ആരാണ് റിസീവ് ചെയ്യുന്നത്? റിസീവർ ദേ മാൻ ആണ്. സോ ദേ മാൻ ഈസ് ദ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ. മാൻ എന്നുള്ളത് മസ്കുലീൻ ആയതുകൊണ്ടാണ് നമ്മളിവിടെ ദേം യൂസ് ചെയ്തത്. ഓക്കെ, ഇനി erzählt den Kindern eine Geschichte. He tells the children a story. ഓക്കെ, ആരാണ് സ്റ്റോറി റിസീവ് ചെയ്യുന്നത്? കിൻഡർ ആണ്, ചിൽഡ്രൻ ആണ് അല്ലെ. അപ്പോൾ ചിൽഡ്രൻ ആണ് അവിടുത്തെ എന്ത് ഡാറ്റീവ് കേസ്. അപ്പോൾ ചിൽഡ്രൻ എന്നുള്ളത് പ്ലൂറൽ ആയതുകൊണ്ടാണ് ദേൻ പ്ലസ് എൻ നമ്മൾ യൂസ് ചെയ്തത്. ദേൻ കിൻഡർ കഴിഞ്ഞിട്ട് നമ്മൾ ഒരു എന്നും കൂടെ ആഡ് ചെയ്തു. kauft einem Kind ein Eis. He buy a child a ice cream. ഓക്കെ, ആരാണ് ഐസ്ക്രീം റിസീവ് ചെയ്യുന്നത്? ചൈൽഡ് ആണ് അല്ലെ. അപ്പോൾ ചൈൽഡ് ആണ് അവിടുത്തെ ഡാറ്റീവ് കേസ്. ഓക്കെ, കിൻഡ് എന്നുള്ളത് ന്യൂട്രൽ ആയതുകൊണ്ടാണ് അവിടെ നമ്മൾ ഐനം യൂസ് ചെയ്തത്. എല്ലാവർക്കും മനസ്സിലായോ? നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡാറ്റീവ് സെന്റൻസ് സ്ട്രക്ചർ ആണ്. എന്താണ് ഡാറ്റീവ് സെന്റൻസ് സ്ട്രക്ചർ, എങ്ങനെയാണ് എഴുതുന്നത്? നോമിനാറ്റീവ് കേസിൽ നമ്മൾ പറഞ്ഞു സബ്ജക്റ്റ് വെർബ് എർഗെയിൻസും. അങ്ങനെയാണ് നമ്മൾ
നോമിനാറ്റീവ് സെന്റൻസ് എഴുതുന്നത്. മെയിൻ ആയിട്ട് ഒരു സബ്ജക്റ്റും കാണും, ഒരു വെർബും കാണും. പിന്നെ ബാലൻസ് ഓഫ് ദി സെന്റൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ എഴുതും. ഈ അക്വസാറ്റീവിലോട്ട് വരുമ്പോൾ സബ്ജക്റ്റ്, വെർബ്, ഡയറക്റ്റ് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ സബ്ജക്റ്റ്, വെർബ്, അക്വസാറ്റീവ് കേസ് അങ്ങനെയാണ് എഴുതുന്നതെന്ന് പറഞ്ഞു. ഇനി ഡാറ്റീവ് സെന്റൻസ് സ്ട്രക്ചറിലോട്ട് വരുമ്പോൾ സബ്ജക്റ്റ്, വെർബ്, ഡാറ്റീവ്, ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് പ്ലസ് അക്വസാറ്റീവ്, ഡയറക്റ്റ് ഒബ്ജക്റ്റ് അങ്ങനെയായിരിക്കും വരുന്നത്. എക്സാമ്പിൾസ് നോക്കിയാലോ. മരിയ കോക്ട് ദേ മാൻ ദി സൂപ്പ്. മരിയ എന്നുള്ളതാണ് അവിടുത്തെ നോമിനാറ്റീവ് കേസ് സബ്ജക്റ്റ്. കൊക്ട്, കൊഹൻ എന്നുള്ളതാണ് അവിടുത്തെ വെർബ് വരുന്നത്. ദേ മാൻ ആണ് റിസീവർ, അതാണ് അവിടുത്തെ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ഡാറ്റീവ് കേസ്. ദി സൂപ്പെ ആണ് ഡയറക്റ്റ് ഒബ്ജക്റ്റ് അക്വസാറ്റീവ് കേസ്. മരിയ കുക്ക് ചെയ്തു എന്ത്? ദ സൂപ്പ്. അപ്പൊ ആ സൂപ്പ് എന്നുള്ളത് അക്വസാറ്റീവ് കേസ് ആണ്, കാരണം അത് ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ്. ആ സൂപ്പ് റിസീവ് ചെയ്യുന്ന ആരാണ്? ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ്. ദേ മാൻ ആണ് അവിടുത്തെ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ്. അപ്പൊ നമ്മൾ എഴുതിയിരിക്കുന്ന സ്ട്രക്ചർ കണ്ടോ? ഫസ്റ്റ് പൊസിഷനിൽ സബ്ജക്റ്റ് എഴുതി, സെക്കൻഡ് പൊസിഷനിൽ വെർബ് എഴുതി, തേർഡ് പൊസിഷനിൽ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് എഴുതി, ആൻഡ് ദ ലാസ്റ്റ് പൊസിഷൻ അല്ലെങ്കിൽ ഫോർത്ത് പൊസിഷനിൽ അക്വസാറ്റീവ് ഡയറക്റ്റ് ഒബ്ജക്റ്റ് എഴുതി. മനസ്സിലായോ? അതുപോലെ തന്നെ എർ കൗഫ്റ്റ് ദർ മുട്ടർ ഐനെ ബ്ലൂമെ. ഓക്കെ, ദർ മുട്ടർ എന്നുള്ളതാണ് അവിടുത്തെ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ്. അത് നമ്മൾ എന്താ വെർബ് കഴിഞ്ഞിട്ടാണ് എഴുതിയിരിക്കുന്നത്. അടുത്ത എക്സാമ്പിൾ നോക്കിയാലോ. മൈന മുട്ടർ കൗഫ് ദെൻ കിൻഡേൺ ദി ബ്ലൂമൻ. ദെൻ കിൻഡേൺ എന്നുള്ളതാണ് അവിടുത്തെ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ്, ദ റിസീവർ. സോ അപ്പോൾ അത് നമ്മൾ വെർബ് കഴിഞ്ഞിട്ട് തേർഡ് പൊസിഷനിലാണ് എഴുതിയിരിക്കുന്നത്. മനസ്സിലായോ? നെക്സ്റ്റ് ടോപ്പിക് ഡാറ്റീവ് പേഴ്സണൽ പ്രൊനോമൻ ആണ്. എന്താണ് പേഴ്സണൽ പ്രൊനോമൻ? റിപ്പീറ്റേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സ്, ഹി, ഷീ, ഇറ്റ്, ഹിം, ഹിസ് അങ്ങനെയൊക്കെ പറയുന്ന വേർഡ്സിനെയാണ് പേഴ്സണൽ പ്രൊനോമൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു. നോമിനാറ്റീവ് പേഴ്സണൽ പ്രൊനോമൻ എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റിന്റെ റിപ്പീറ്റേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പേഴ്സണൽ പ്രൊനോമൻ ആണ് നോമിനാറ്റീവ് പേഴ്സണൽ പ്രൊനോമൻ. അക്വസാറ്റീവ് പേഴ്സണൽ പ്രൊനോമൻ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഒബ്ജക്റ്റിന്റെ റിപ്പീറ്റേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സിനെയാണ് അക്വസാറ്റീവ് പേഴ്സണൽ പ്രൊനോമൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡാറ്റീവ് പേഴ്സണൽ പ്രൊനോമൻ എന്താണ്? ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റിന്റെ റിപ്പീറ്റേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സിനെയാണ് ഡാറ്റീവ് പേഴ്സണൽ പ്രൊനോമൻ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് ഡാറ്റീവ് പേഴ്സണൽ പ്രൊനോമൻ? മേയർ, ദിയർ, ഈം, ഇയർ, ഈം, ഉൻസ്, ഓയിഷ്, ഈനൻ, ഈനൻ. ഇതൊക്കെയാണ് ഡാറ്റീവ് പേഴ്സണൽ പ്രൊനോമൻ. മിയറിന്റെ മീനിങ് മീ, ദിയർ യു, ഈം ഹിം, ഇയർ ഹർ, ഈം ഇറ്റ്, ഉൻസ് അസ്, ഓയിഷ് യു ഓൾ, ഈനൻ യു ഓൾ ഫോർമൽ ആണ്, ആൻഡ് them ഈനൻ. ഓക്കെ, ഇതാണ് ഡാറ്റീവ് പേഴ്സണൽ പ്രൊനോമൻ. നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് കുറച്ച് ജർമ്മൻ ഇമ്പോർട്ടൻറ്റ് വേർഡ്സ് ആണ്. ഇത് നമുക്ക് B2 എക്സാംസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന വേർഡാണ്. ഫസ്റ്റ് വൺ ഫെർവെൻഡറ്റൻ ആപ്ലിക്കേഷൻ, മെർഹൈറ്റ്ലിഷ് മെജോറിറ്റി, എൻസ്പ്രഷൻഡൻ അക്കോർഡിംഗ്ലി, ഫെർഗ്ലൈഷ്ബാർ സിമിലർ, അൺഫ്യൂൾഡ് ഫീലിംഗ്സ്, എൻഷൈഡെ ഡിസൈഡ്, ലെറ്റ്സ്റ്റെൻലിഷ് ഫൈനലി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.